തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ അന്ന് ഒരു സാധാരണക്കാരന് സ്വസ്ഥമായി ഇരിക്കാം. ഇന്ന് പറ്റില്ല, ഇന്ന് ജനാധിപത്യം കൂടിപ്പോയി, ഇന്ന് സാധിക്കില്ല. പക്ഷെ അന്ന് ഇരിക്കാം. ഞാൻ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല ദീപ്തമായ കണ്ണോടെ, സാമാന്യം നീണ്ട താടിയോടെ, ഒരു മാസമെങ്കിലും കുളിച്ചിട്ട് വരും എന്ന് തോന്നുന്ന ദേഹത്തിൻ്റെ അഴുക്കോടെ, മുഷിഞ്ഞ വേഷത്തോടെ ഒരു മനുഷ്യൻ. കയ്യിലൊരു ബാഗുണ്ട്, പ്ലാസ്റ്റിക് ബാഗ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തോ അദ്ദേഹത്തെ നോക്കിപ്പോയി. അയാൾ സൂക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നോക്കിയിട്ട് കുറച്ച് നേരം എൻ്റെ അടുത്തിരുന്നു. അധികം മിണ്ടുന്നില്ല, ഒരു ബീഡി വലിക്കുന്നുണ്ട്. നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കുന്നു. വായിക്കാനൊന്നുമില്ല അല്ലേ കയ്യിൽ? ഞാൻ പറഞ്ഞു, ഇപ്പോഴൊന്നുമില്ല, ഇവിടെ നിന്നൊക്കെ എടുത്ത് വായിക്കണം. അങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്ന് ഒരു പുസ്തകം എടുത്തു, അതെൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അധികം ഒന്നും മിണ്ടാതെ കടന്നുപോയി. ഇത്ര തന്നെ. പിന്നീട് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. വായിക്കണം എന്ന് പറഞ്ഞു, വായിക്കാനൊരു പുസ്തകം തന്നു. അദ്ദേഹം പോയി കഴിഞ്ഞ ശേഷം പുസ്തകം തുറന്നു നോക്കി, അതിനുള്ളിൽ 20 രൂപ ഇരിക്കുന്നു. അന്ന് ഞാൻ രാവിലെ തൊട്ട് ഈ രാത്രി വരെ ഒന്നും കഴിച്ചിട്ടില്ല. 20 രൂപ അതിലിരിക്കുന്നു. ആ 20 രൂപയും ഞാൻ പുസ്തകം കൊണ്ട് ഇങ്ങനെ നടന്നു ഇദ്ദേഹത്തിന് 20 രൂപ തിരിച്ചു കൊടുക്കാൻ. അവിടെ എങ്ങും കണ്ടില്ല. വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകവും തന്നിട്ട് മറഞ്ഞു പോയി. എവിടെയെങ്കിലും നടന്ന് കാണും, എനിക്കറിയില്ല എങ്ങോട്ട് പോയെന്ന്. ഈ 20 രൂപയും ഞാൻ ഇന്നും കടക്കാരനാണ്. പക്ഷേ അന്ന് ആ 20 രൂപ എനിക്ക് ഏതാണ്ട് 2-3-4 ദിവസത്തെ ആഹാരത്തിനുണ്ടായിരുന്നു. ആ 20 രൂപയിൽ 10 രൂപ കൊണ്ട് ഞാൻ ഒരു പുസ്തകം വാങ്ങി. ദ ബെസ്റ്റ് നോവൽസ് ആൻഡ് ദെയർ ഓതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, ഒരു പുസ്തകം. അത് അവിടെ നിന്ന് ആ കടയിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് ബാക്കി 10 രൂപ കൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയവും അതിന് ശേഷവും സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ചു. അതുകൊണ്ട് ഞാൻ എന്നും ഓർമ്മിക്കും, എവിടുന്നോ വന്ന് എനിക്ക് അന്നമൂട്ടിയിട്ട് പോയ ഒരുത്തൻ ഒരു പുസ്തകം സോമർസെറ്റ് മോമിൻ്റെ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് എനിക്ക് ഒരമൂല്യമായ അനുഭവമായിരുന്നു അത്. ഓഫ് ഹ്യൂമൻ ബോണ്ടേജ് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ വായിച്ചത്.